ഹായ് ഓൾ, എന്താണ് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, ചെറിയൊരു കാര്യം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്തിട്ട് ആളൊരു യൂട്യൂബറാണ്, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു നോക്കുമ്പോൾ എനിക്ക് തോന്നി നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മെ സഹായിക്കേണ്ട, നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, നമുക്ക് സഹായികളായി തീരേണ്ട, നമ്മളൊക്കെ അറിയാമത്. ആ ഒരു കൺസെപ്റ്റിനെയാണ് അവൾ തകർത്തിരിക്കുന്നത് ആദ്യം തന്നെ. ഇപ്പം നമ്മളെയൊക്കെ ആരെങ്കിലും ഒരു അങ്ങാടിയിലിട്ട് വഷളാക്കിയാൽ, അല്ലെങ്കിൽ അങ്ങാടിയിൽ ഒരു കള്ളക്കേസ് കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ള കേസിൽ തന്നെ പെടുത്തിയാൽ ഓടി വരാൻ പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമുക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഓടി നടക്കും അവർ. എന്തിനു വേണ്ടിയാണത്? അതൊരു കുടുംബ കൺസെപ്റ്റാണ്. എൻ്റെ അനുജൻ പെട്ടിട്ടുണ്ട്, അവനെ സംരക്ഷിക്കണം. എൻ്റെ ഏട്ടൻ്റെ മകൻ പെട്ടിട്ടുണ്ട്, നോക്കണം. എൻ്റെ എളാപ്പ പെട്ടിട്ടുണ്ട്, എൻ്റെ മൂത്താപ്പ പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മായി പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് എന്ത് തന്നെയായാലും സംരക്ഷിച്ച് കൊണ്ടുവരേണ്ട ബാധ്യതയുണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു മാനുഷികമായ ബുദ്ധിയാണ്. നോക്കണം, അവിടെ അപ്പോൾ എൻ്റെ ബാപ്പ അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ അവർ അന്യായം ചെയ്തോ എന്ന് പോലും നോക്കാതെ അവരുടെ കാര്യത്തിലേക്ക് അതിനുവേണ്ടി അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു കുടുംബ കൺസെപ്റ്റാണത്. അവൾ പറയുന്നു അവളുടെ കുട്ടികളെ അവളെ സംരക്ഷിക്കേണ്ട മൂത്തച്ഛന്മാരും ഇളച്ചന്മാരും, അവളുടെ ഭർത്താവിൻ്റെ ഇളക്ക് ശേഷം അവിടെ മൂത്താപ്പന്മാർ, എളാപ്പന്മാർ, അമ്മായിമാർ, അങ്ങനെ ഒരു കുടുംബ ശൃംഖല തന്നെയുണ്ട്. അവരാരും എനിക്ക് വേണ്ട എന്ന് പറയാവുന്ന ഒരു ഗർവ് എല്ലാം തികഞ്ഞ ഒരാൾക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾക്ക് എപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്ന പ്രകൃതം മറ്റവരിലേക്ക് പരസ്പരം കൊടുത്തും വാങ്ങിയുമുള്ള ഒരു സിസ്റ്റമാണ് ലോകത്ത് നിലവിലുള്ളത്. ഒരു അയൽവാസിയിലേക്ക് നമ്മുടെ ഉപ്പില്ലെങ്കിൽ അവിടെ ഓടിച്ചെല്ലുന്നത് അയൽവാസിയിലേക്കാണ്. അതുകൊണ്ടാണ് അയൽപക്കത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, കഴിഞ്ഞു പോയിട്ടുള്ള ദൈവദൂതന്മാർ പറഞ്ഞു, ലോകത്തിൻ്റെ കൺസെപ്റ്റ് പറയുന്നു. ആ അയൽവാസി നമ്മുടെ ഒക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മിലേക്ക് ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ ഈ മൂത്താപ്പയും എളാപ്പയും അഞ്ചന്മാരുമാണെങ്കിൽ ആദ്യം അവരെല്ലാം ഓടിയെത്തുക. അവർ പിന്നീടാണ്. ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ അയൽവാസികളാണ്. എന്തുകൊണ്ട്? ആ അയൽവാസി ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ പ്രശ്നത്തിൽ അവർ ഓടി വരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ളവരാണ്. അവരെ നമുക്ക് വെറുപ്പിച്ചുകൂടാ. ഇത് അവരുടെ കാര്യത്തിൽ അയൽവാസികൾ ഇടപെടുന്നില്ല. പിന്നീട് വരേണ്ട കുടുംബങ്ങളെയും അവൾ വെറുപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഇത്തരത്തിലൊക്കെ കൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്ത് ഈ സംഗതികൾ മുഴുവൻ പൊളിഞ്ഞപ്പോൾ അവൾ ഒരിക്കലും പൊറുക്കപ്പെടാത്ത, മറക്കപ്പെടാത്ത വാക്കുകൾ പറഞ്ഞു പോയി. ആലോചിച്ച് നോക്കുക. ഈ കുടുംബ കൺസെപ്റ്റിനെയും മത കൺസെപ്റ്റിനെയും മാനുഷിക കൺസെപ്റ്റിനെയും എല്ലാത്തിനെയും അവൾ തള്ളി പറഞ്ഞപ്പോൾ ഇപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ആളുകൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ മകനെ ഇവൾ കൊല ചെയ്തതാണോ എന്ന് അവർ സംശയിക്കുന്നുണ്ടെങ്കിൽ എന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ അഭിഭാഷകന്മാരുമായിട്ട് ആലോചിക്കുന്നുണ്ട്. അവനും അവൻ്റെ നാട്ടുകാരും അവൻ്റെ കുടുംബക്കാരും അവൻ്റെ നാട്ടുകാരും എല്ലാവരും ആലോചിക്കുന്നുണ്ട് നിയമപരമായിട്ട് ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്. തീർച്ചയായിട്ടും ഈ സാജിദ എന്ന് പറയുന്നത് ഒരു രാക്ഷസീയ മുഖഭാവം, അല്ലെങ്കിൽ ഒരു രാക്ഷസിയുടെ മുഖം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു എന്താ പറയുക, ഒരു സെൻറ്റിമെൻ്റൽ ഗേൾ ആണെന്ന് പോലും സംശയിക്കുമാർ. നോക്കണം, ഈ രാക്ഷസിയുടെ മുഖമാണ്, ആർക്കും അറിയില്ലല്ലോ. ആ ചെറിയും ആ കണ്ണുനീരും കണ്ടാൽ ഏതു ആണുങ്ങളും അവളെ കേട്ടില്ല, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? അതിലെന്താ പറയാനുള്ളത്? വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അയൽവാസികൾ നമുക്ക് വേണം, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമുക്ക് വേണം. നമ്മുടെ മേലെ അധികാരമുള്ള ആളുകൾക്കൊക്കെ അവർക്ക് നമ്മളോടും നമുക്ക് അവരോടും ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. അവിടെ ഷാജിദാക്ക് പറ്റിയ തെറ്റതൊക്കെയാണ്. നമുക്ക് മുറിച്ചാൽ മുറിയാത്ത ചില ബന്ധങ്ങളുണ്ട്. ആൾക്കാർ നമ്മളുടെ ഒപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒറ്റപ്പെടലിന്റെ നമ്മുടെ മാനദണ്ഡം. ഇത് ഒറ്റപ്പെടാതിരിക്കാൻ എനിക്ക് ഇന്നൊരാൾ വേണം എന്ന് നമ്മൾ ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. കാരണം മക്കൾ മാത്രമല്ല, മക്കള് പറക്കാൻ പറ്റാത്ത മക്കളാണ്. നിനക്ക് 5 മക്കളാണ്. 5 മക്കൾ വളർന്ന് വലുതായി വരണം, ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളുകളാണ് എന്ന് ആ കുട്ടികൾക്കുള്ള ബോധത്തോടൊപ്പം നിനക്കും ആ ബോധം വേണം. കാരണം അവരുടെ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നീ സമൂഹത്തിന് കൊടുക്കേണ്ട ചില മെസ്സേജുകളുണ്ട്. നമ്മളെ മക്കളെ നമ്മൾ എന്താണോ ആവുന്നത് അതാണ് നമ്മളെ മക്കൾ കണ്ടുപിടിക്കുക. ഭാര്യയും ഭർത്താവും വീട്ടിൽ വഴക്ക് കൂടുന്ന ഒരു അന്തരീക്ഷമാണ് എപ്പോഴും എന്നുണ്ടെങ്കിൽ മക്കളും അത് കണ്ടിട്ട് തന്നെയാണ് പഠിക്കുക. അപ്പൊ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും
രണ്ട് ഭാഗത്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, മോനെ എന്നാലും നീ സോഷ്യൽ മീഡിയയിൽ കളിച്ച് സ്ഥിതിക്ക് നീ നാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ നീ എന്റെ ഇക്കാന്റെ പെങ്ങളുടെ റംലുവിന്റെ അടുത്ത് പോയിട്ടുണ്ട് പറഞ്ഞു. അവളാര് എന്താ പറയാ കോടതിയിൽ ജഡ്ജാ. അവളുടെ അടുത്താണോ കേസ് കൊടുക്കാൻ പോയിരിക്കണത്? പിന്നെ ഇക്ക മരിച്ചതോടുകൂടി എല്ലാ ബന്ധങ്ങളും തീർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എന്നെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ചും അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഇതിനെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊന്നും എനിക്ക് ആരുമല്ല. ഓക്കെ, പിന്നെ നിന്റെ കാര്യങ്ങൾ ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. പൈസന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിന് നിനക്ക് വേണമെങ്കിൽ ഇതാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നീ കേസ് കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യാം. ഓക്കെ, പിന്നെ ഇക്കാന്റെ പെങ്ങളുടെ അടുത്ത് ഇക്കാന്റെ ഏട്ടന്മാരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. അതിലൊന്നും പേടിക്കുന്ന ആളുമല്ല ഞാൻ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ എനിക്ക് ഇളച്ചന്മാർ വേണ്ട, മുത്തച്ഛന്മാർ വേണ്ട, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്നും വേണ്ട, അവരൊന്നും ആരും എൻ്റെ ഒന്നുമല്ല എന്ന് പറയുന്നത് തികച്ചും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വരുന്ന ദേഷ്യയിലും വാശിയിലും ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ വിളിച്ചു പറയും, സ്ഥലകാല ബോധമില്ലാതൊക്കെ. പക്ഷെ അതൊന്നും എത്രത്തോളം ശരിയാണെന്നുള്ള അപ്പം നമ്മൾ ചിന്തിക്കൂല. നമ്മൾ ആ ദേഷ്യവും വാശിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അടക്കം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനപ്പോൾ ദേഷ്യപ്പെട്ടതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉള്ള സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് നമ്മളെ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയും. നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഭയങ്കര മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും മനസ്സിന്. പിന്നെ നമ്മൾ അവിടെ എത്ര ഇസ്തിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമ്മളോട് അവർ പറയും, സാറില്ല പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലേ, എന്തായാലും നിങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞ് ഒരു തിരിച്ചറിവ് വന്നല്ലോ, അതുകൊണ്ട് സന്തോഷമുണ്ട്. എന്നിരുന്നാൽ പോലും അതും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചെറിയ ഒരു അണിമണി തൂക്കം വരുന്ന ഒരു ഉപേക്ഷ പോലും നമ്മളെ മാനസികമായിട്ട് നന്നായിട്ട് വേദനിപ്പിക്കും. കാരണം നമ്മൾ അത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല വേദന ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളെ ചിലപ്പോൾ ഒരു സുപ്രായത്തിൽ പെട്ടെന്ന് നിങ്ങളെ തള്ളി പറയുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ വേദന ഭയങ്കരമായിരിക്കും. ഇപ്പൊ ഷാജിയുടെ ഒരു രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആള് കുറച്ച് സൈലന്റ് ആണ്, പറ്റുന്ന നല്ല വീഡിയോസുകളാണ് ഇടുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടാൻ ഒത്തിരി ആളുകളുണ്ട്. നീ ആവശ്യമില്ലാത്ത പുല്ലാപ്പും പുകയിലും കംപ്ലീറ്റ് എടുത്തു കൊടുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടാണ് നിന്നെ ഇതുപോലെ ആളുകൾ റിയാക്ഷൻ വീഡിയോയിലൂടെ തുറന്നു കാണിച്ചത്. അപ്പൊ നിനക്ക് തന്നെ അത് മനസ്സിലായി. നീ പറഞ്ഞ ഇന്റർവ്യൂവില് ഇത് ഇത്രത്തോളം പ്രശ്നമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കണമായിരുന്നു. ഞാൻ പറയാന്ന് വെച്ചാൽ ഇത് ഇപ്പൊ തന്നെ ഇങ്ങനെ നിന്നത് സ്റ്റോപ്പ് ആയപ്പോ ഞങ്ങളൊക്കെ കണ്ടന്റ് മാറി പിടിക്കൽ തുടങ്ങിയത് എന്തുകൊണ്ടാ ചെയ്യ നിർത്തിയോണ്ടാ. ഇനി നിർത്തിയില്ലെങ്കിൽ മറ്റുള്ളവരും നിർത്തൂല. ഇപ്പൊ ഈ കരയില് ഒരേ ഒരു പ്രമാണിയുള്ളൂ. ആരാണ് ചോദിക്കേ? എന്താ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആരാ? ഞാൻ തന്നെയാ. അതാണ് അതിന്റെ ഒരു പ്രശ്നം എടുക്കണത്. അപ്പൊ നീ നിർത്തി നോക്ക്, മറ്റുള്ളവർ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. ഞങ്ങൾക്ക് സാജിദ സാജി കാരണം പോകുന്ന ഒരു നിർബന്ധമില്ല. ഒരു കണ്ടന്റ് അല്ലെങ്കിൽ വേറെ കണ്ടന്റ് കിട്ടും. അപ്പോ എനിക്ക് എന്റെ പെങ്ങള് എന്നുള്ള സ്ഥാനത്ത് നിന്നെ കണ്ടിട്ട് നിന്നോട് പറയാനുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. നീ കൊച്ചിയിലൊക്കെ പോയ ആ വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടില്ലേ, അതുപോലെ കണ്ടന്റുകൾ നല്ല ഷൂട്ട് ചെയ്യാൻ, നിന്റെ മക്കള്, നിന്റെ വീട്, നീ ദിവസം ചെയ്യുന്ന എന്താ പറയുക ഹോം ടൂർ പോലത്തെ വീഡിയോസുകളൊക്കെ ചെയ്തോ. നമ്മളൊക്കെ അംഗീകരിക്കും, നമ്മളൊക്കെ കാണും ചെയ്യും. കാരണം നിന്നോടുള്ള ഇഷ്ടം, നിന്റെ മക്കളോടുള്ള ഇഷ്ടം, അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അതിന് നിന്നോടുള്ള ഇഷ്ടത്തിനാണ് നീ ഇപ്പൊ കുറവ് വരുത്തുന്നത്. തെറ്റല്ലേ മോളെ ഇതൊക്കെ എന്ന് ആ ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ? കല്യാണം കഴിക്കാതെ നിക്കാഹ് ചെയ്യാതെ അന്യപുരുഷന്മാരൊപ്പം നമ്മളിപ്പോ ഫോട്ടോഷൂട്ടിന് കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അതൊന്നും ഇപ്പൊ ഇസ്ലാമിന്റെ ഭാഷയിൽ പറയാന്ന് വെച്ചാൽ കൺസിഡറേഷൻ ഉള്ള ഒന്നല്ല. നമ്മുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളൂ. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അതുകൂടെ ഭർത്താക്കന്മാരില്ലാതെ കഴിയുന്ന ഒരവസ്ഥ അടിച്ചാൽ നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത് ആളുകൾ. നമ്മളൊരാൾ വിചാരിച്ചപ്പെട്ടത് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. ആ സമൂഹത്തിൽ നമ്മൾ എഴുത്തിക്കപ്പെട്ടവളാവും. വളരെ താരം താഴ്ന്ന രീതിയിൽ ആളുകൾ നമ്മളെ കാണും. സമൂഹം അങ്ങനെയാണ്. നമുക്കത് പെട്ടെന്ന് സുപ്രായത്തിലൊന്നും മാറ്റാനൊന്നും കഴിയില്ല. മനസ്സിലായ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക കുറച്ചൊക്കെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പിന്നെ പറയാ? അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു കൂടപ്പുറപ്പിനോട് പറയുന്നത് പോലെ പറയാണ്. നല്ല കണ്ടന്റുകളുമായി വരിക, ജനങ്ങൾ ഏറ്റെടുക്കും, സ്വീകരിക്കും. ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ കൊണ്ട് തന്നെ പോസിറ്റീവ് പറയിപ്പിക്കാൻ കഴിയും.
ഈ നെഗറ്റീവ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസ് ഇട്ടിരുന്ന ആളുകളെ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വീഡിയോസും ചിലപ്പോൾ നിനക്ക് വേണ്ടി ചെയ്തു വരും. ഇപ്പം മഷൂറ ഫാത്തിമാക്ക് എത്ര ആളുകൾ സഹായം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവർ ഇതേ നിന്റെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ അവർക്കും എന്തൊക്കെ നെഗറ്റീവ്സ് കമന്റുകൾ എനിക്ക് വരുന്നുണ്ട് എൻ്റെ വീഡിയോസിന് അടിയിൽ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡായിട്ടില്ല, പഠിച്ചിട്ടില്ല. അങ്ങനെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരികയാണെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കും. അതിന്റെ പരമാവധി ഞാൻ കാണിക്കാതിരിക്കാനാണ് ശ്രമിക്കുള്ളൂ. കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു വിഷമം വരണ്ട, അവരുടെ ജീവിതം ആകെ എന്തെങ്കിലും ജനങ്ങളെ കയ്യിൽ നിന്ന് സഹായം കിട്ടുന്ന ഇല്ലാതാവണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തുറന്ന് കാണിക്കേണ്ട വിഷയങ്ങളാണ് വെച്ചാൽ തീർച്ചയായും കാണിച്ചിരിക്കും കേട്ടോ. അത് ജനങ്ങളിലേക്ക് എന്തായാലും എത്തിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ അവർക്കത് എങ്ങനെ എക്സ്പോസ് ചെയ്യണമെന്ന് അറിയില്ല. അവിടെയാണ് അവരുടെ ഒരു പ്രശ്നം. നമ്മളിത് പുറത്തേക്ക് കാണിക്കാൻ ഒരു വേദി വേണ്ടേ? ആ വേദി ഇല്ല ചില ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ എപ്പോഴും ഹൈഡായി എടുക്കുകയാണ് അവിടെ. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ. പിന്നെ അപ്പോൾ അടുത്ത കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും